ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം വടകര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ. നമ്മളിപ്പോ വടകര പാർലമെന്റ് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള പേരാമ്പ്രയിലാണുള്ളത്. ഞാൻ നിങ്ങളുടെ അരുൺകുമാർ, നമ്മൾക്കൊപ്പം നമ്മളുടെ പ്രിയപ്പെട്ട ജാക്കിയുമുണ്ട്. നമ്മൾ തുടങ്ങുകയാണ്. ഇലക്ഷൻ നല്ല ചൂടിലായിരിക്കോ? ആരാ സാധ്യത? സാധ്യത ശൈലജ ടീച്ചർക്ക് തന്നെയാണ്. ശൈലജ ടീച്ചറാണ് സാധ്യത. ആഹാ, മുരളീധരനോ ശൈലജ ടീച്ചറോ പ്രഭുലകൃഷ്ണയോ? ആണോ? ശൈലജ ടീച്ചർ ആണോ? എന്താ അവസ്ഥ? ശൈലജ ടീച്ചറാ? നമ്മളെ BJP ജയിക്കണം എന്നാണ് BJP പ്രഭുലകൃഷ്ണൻ ജയിക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ, മാഷായിരുന്നോ? അല്ലല്ല, പൊതുവേ ഒരു ഗൗരവം. ഇവിടെ ശൈലജ ടീച്ചർ ജയിക്കും. ശൈലജ ടീച്ചർ സാധ്യതയുണ്ട്. മുരളീധരൻ പക്ഷെ നല്ല MP ആയിരുന്നില്ലേ? സിറ്റിംഗ് MP ആയിരുന്നില്ലേ? മുരളീധരന് രണ്ട് മനസ്സിലാണല്ലോ, ഇവിടെ നിൽക്കണോ അല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെ? എന്താ സംഭവിക്കുന്നത് ഇവിടെ? പൊതുസമ്മേളനമാണോ? മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലാണ് എന്നതിന് ഒരു സംശയമില്ല. ഒരു അശ്വമേധം നടത്തിയാണ് ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ. അത് എപ്പോഴും ഇവിടെ വന്നു ചേർന്നു. ടീച്ചറാണ് നമ്മളെ കുറിച്ചാണ് പറയുന്നത്. നമസ്കാരം ടീച്ചറെ. ഇറങ്ങിയോ? കുതിരപ്പുറത്ത് ഇറങ്ങി. സന്തോഷം കണ്ടത്. ശരി, വളരെ സന്തോഷം. ഇതൊരു പൊതുസമ്മേളനമാണോ അതോ സ്വകാര്യ പരിപാടിയാണോ? ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഈ പ്രദേശത്തുള്ള ആളുകൾ വന്നു ചേർന്നത്. എനിക്കിത് വടകരയുടെ മനസ്സ് എനിക്ക് അനുകൂലമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് വടകര ഒരു പുതിയ സ്ഥലമല്ല. ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഈ മേഖലയിലുള്ള ഒരുപാട് PHCകൾ ഫാമിലി ഹെൽത്ത് സെന്ററാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ തൂണേരിയൊക്കെ പോയിരുന്നു. അപ്പോൾ അതിപ്പോൾ ചെന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാവും. അപ്പോൾ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച്, എൻ്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയുന്നതാണ്. ഞങ്ങളുടെ സർവേയിൽ ഒരു ഫലം പുറത്തു വന്നു. അതിൽ ടീച്ചറാണ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായിട്ടുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ ചോയ്സ്. ഞാനതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ ഇരിക്കുന്നവരെല്ലാം എവിടെ പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കണം, ഞങ്ങൾ കൂട്ടായിട്ടാണ് തീരുമാനിക്കുന്നത്. കേട്ടില്ലേ? ഞങ്ങൾ കൂട്ടായിട്ട് ചിലപ്പോൾ പറയും പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കണം, ചിലപ്പോൾ പറയും പാർട്ടി രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആളുകൾ കുറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ. കേരളം ഒരു വനിതാ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല, വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് ആഗ്രഹിക്കുക, അത് ശൈലജ ടീച്ചർ തന്നെ ചൂണ്ടേണ്ട കാര്യമില്ല. എത്ര സ്ത്രീ അതിന് പിന്നിലെ രാഷ്ട്രീയ പ്രേക്ഷകർക്ക് മനസ്സിലായി. എന്റെ പിന്നിൽ നിൽക്കുന്ന ഇവരെയൊക്കെ നിങ്ങൾ അറിയോ? ഈ കൂട്ടത്തിൽ മുത്തും മാണിക്യം ഒക്കെ ഉണ്ട്. അവരിലാർക്കും നാളെ കേരളത്തിന്റെ വനിതാ മുഖ്യമന്ത്രിയാവാം. എന്റെ പാർട്ടി എന്നോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിൽ പോയിട്ട് ശബ്ദം ഉയർത്താനാണ്. അങ്ങനെ മൊത്തത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ സാധ്യത എന്താ? ആണോ? അങ്ങനെ തന്നെയാണോ? പറയാൻ പറ്റിയല്ല. ആണോ? അങ്ങനെ അതങ്ങനെ പറയണം. അത് കൊള്ളാം. പറയാൻ പറ്റില്ല. മത്സരം കടുക്കും. എന്താ കെ മുരളീധരന് കുഴപ്പം? MP കുഴപ്പമൊന്നുമില്ല. അയാൾ MP തന്നെ. ശൈലജ ടീച്ചർ തന്നെ വരും. അവിടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണോ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവണോ? മോദി ആവണം. എന്തുകൊണ്ട് മോദി ആവണം? വികസന നേട്ടങ്ങൾ ഒരുപാട്. വികസന നേട്ടങ്ങൾ, നമ്മുടെ ഹൈവേ, റെയിൽവേ. ഇത്തവണ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂര് ജയിക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂർ ജനങ്ങൾക്ക് സുരേഷ് ഗോപി ജയിക്കില്ല. ടീച്ചറപ്പം വരും. പ്രഭുലകൃഷ്ണ വോട്ട് കൂടുതൽ പിടിക്കും. മത്സരം കടുത്തതായിരിക്കും. കെ മുരളീധരനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കറക്റ്റ് അല്ലേ? അതാണ് വടകരയുടെ മനസ്സ്. നാളെ നമ്മൾ അശ്വമേധം തത്സമയം വയനാട് നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുക. നമുക്ക് നാളെ വീണ്ടും വയനാട്ടിൽ നിന്നും കണ്ടുമുട്ടാം.